ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ജനറൽ കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ പോണത്. ഇതൊരു സൈൻ സ്പെസിഫിക് റീഡിംഗ് അല്ല, ഇതൊരു സിറ്റുവേഷൻ സ്പെസിഫിക് റീഡിംഗ് ആണ്. എന്ന് വെച്ചാൽ ഞാനൊരു കറണ്ട് സിറ്റുവേഷൻ ഇവിടെ അതിനു വേണ്ടിയിട്ട് കാർഡ്സ് എടുക്കും. ആ സിറ്റുവേഷൻ നിങ്ങളുടെ കൂടെ മാച്ച് അയച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. ഇത് എല്ലാം ഓൾ സയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് സിറ്റുവേഷൻ മാച്ച് ആയാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ റീഡിംഗ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾക്ക് തുടങ്ങാം. എന്താണ് കറണ്ട് സിറ്റുവേഷൻ ഇവിടെ നിങ്ങളുടെ കരിയറിൽ? ഞാൻ കാണുന്നത് ഏസ് ഓഫ് വാൻഡ്സ് ആണ് ഇവിടെ. ആദ്യത്തെ കാർഡ് കിങ് ഓഫ് വാൻഡ്സ് ആൻഡ് ചാരിയറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഒരു പുതിയ ബിഗിനിങ് ആണ്. ഓക്കെ, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇല്ലച്ചാൽ ഒരു പുതിയ ജോലി കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഓൾറെഡി നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ക്രിയേറ്റീവ് ജോബായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതല്ല വെച്ചാൽ കുറേ നിങ്ങൾ പാഷനറ്റ് ആണ് ഈ ജോബിനെ കുറിച്ച്. ഞാൻ ഇവിടെ ഒരു കുറേ എക്സൈറ്റ്മെന്റ് ആണ് കാണുന്നത് ഈ ജോലിക്ക്. പറഞ്ഞാൽ നിങ്ങൾ കുറെ എക്സൈറ്റഡ് ആണ്, ഈ ജോലിയുടെ ഓഫർ കിട്ടി. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിരിക്കണു. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് പാഷൻ്റെ എനർജിയാണ്. ഇതൊരു നല്ല ജോലിയുമാണ്, കുറെ റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ്, ഒരു ലീഡർഷിപ്പ് ജോലിയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ നല്ലതായി ഷൈൻ ചെയ്യും. പറഞ്ഞാൽ ഇവിടെ കുറെ സക്സസ് ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആൻഡ് ചാരിയറ്റും അത് തന്നെയാണ് പറയണത്. ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട് നിങ്ങളുടെ കരിയറിൽ, കുറെ സക്സസ് ഉണ്ട്. ആൻഡ് ഇതൊരു ട്രാവലിംഗ് ടൈപ്പ് ഓഫ് ജോബ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങൾക്ക് മേ ബി വേറെ സിറ്റി ഇല്ല വേറെ കൺട്രിയിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും. റീലൊക്കേഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ? ഏസ് ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് സ്വോർഡ്സ്, കിങ് ഓഫ് വാൻഡ്സിന്റെ എനർജി എന്താണ് ഇവിടെ? പേജ് ഓഫ് പെന്റിക്കിൾസ്, ടു ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു ഡൗട്ട് ഉണ്ട്, ഇത് എടുക്കണോ എടുക്കണ്ടേ എന്ന്. എന്നുവെച്ചാൽ മേ ബി ഇവിടെ വേറെ ഓഫേഴ്സും നിങ്ങൾക്ക് ഉണ്ടാവും. ഇതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഓഫേഴ്സും ഉണ്ട്. ആൻഡ് അതിൻ്റെ കാരണം ഇത് എടുക്കണോ എടുക്കണ്ടേ എന്നാണ് നിങ്ങളുടെ മനസ്സിലൊരു സംശയമുള്ളത്. ഒരു ജോലി ഞാൻ കാണുന്നത് കുറേ ഞാൻ പറഞ്ഞ മാതിരി റെസ്പോൺസിബിലിറ്റി ഉള്ള ജോലിയാണ്. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വേണ്ട. പറഞ്ഞ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് പൊസിഷൻ ഉണ്ടാവും. അങ്ങനത്തെ ഒരു നിങ്ങളുടെ അണ്ടർ കുറെ ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ഒരു ജോലിയാണ്. അതല്ലച്ചാൽ ഇവിടെ കുറെ പ്രൊമോഷന്റെ ചാൻസസ് ഉണ്ട്, ഗ്രോത്തിന്റെ ചാൻസസ് ഉണ്ട്. ഈ മറ്റു ജോലി ഞാൻ കാണുന്നത് ഇതൊരു പ്രാക്ടിക്കൽ ചോയ്സ് ആണ്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ചോയ്സിന്റെ ഇടയ്ക്ക് ഒരു ചോയ്സ് നിങ്ങൾ അതിനെ കുറിച്ച് കുറെ പാഷനറ്റ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനത്തെ ജോലിയാണ് വേണ്ടിയത്. നിങ്ങൾ എപ്പോഴും അങ്ങനത്തെ ജോലിക്കാണ് ട്രൈ ചെയ്യണ്ടായിരുന്നത്. ആൻഡ് കുറെ പാഷൻ ഉണ്ട് നിങ്ങൾക്ക് ആ ജോലിക്ക് വേണ്ടിയിട്ട്, കുറെ ആ ജോലി പ്രൊഫൈലിന് വേണ്ടിയിട്ട്. മറ്റേ ജോലി കിട്ടിയ ഓഫർ അത് കുറേയും കൂടി ഒരു പ്രാക്ടിക്കൽ ചോയ്സ് ആണ്. നിങ്ങൾക്ക് അത്ര പാഷൻ ഇല്ല അതിന് വേണ്ടിയിട്ട്, പക്ഷെ പ്രാക്ടിക്കലി കാര്യങ്ങൾ വിചാരിച്ചാൽ അത് ചിലപ്പോൾ ഒരു സേഫ് ചോയ്സ് ആയിരിക്കാം. അത്ര നിങ്ങൾക്ക് അവിടെ ഒരു പൊസിഷൻ ഇല്ല, ഒരു ലോവർ ലെവൽ ജോലിയാണ്. ലോവർ ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു ചീത്ത ജോലിയല്ല, അങ്ങനെയല്ല. പക്ഷെ ഒരു സീറോന്ന് നിങ്ങൾക്ക് തുടങ്ങേണ്ടി വരും. ഓക്കെ, ആൻഡ് ഇതിൽ ഗ്രോത്ത് സ്ലോ ആണ്, പക്ഷെ സ്റ്റേബിൾ ആണ്. പറഞ്ഞാൽ സ്റ്റെബിലിറ്റി ഉണ്ട് അതിൽ. ആൻഡ് അതുമാത്രം അപ്പൊ ഇതൊരു ബാങ്കിന്റെ ജോലി, അങ്ങനത്തെ പറഞ്ഞാൽ ഒരു ഗവൺമെന്റ് ജോബിന്റെ ജോലി, അങ്ങനത്തെ ഒരു ജോലി ആയിരിക്കാം. ഇതൊരു പ്രൈവറ്റ് ജോലി ആയിരിക്കാം. പറഞ്ഞ മാതിരി ഇതിൽ അത്ര ഇനീഷ്യലി അത്ര സാലറിയും ഇല്ല, പക്ഷെ ഫ്യൂച്ചറിൽ കുറെ സാലറി ഉണ്ടാവും, ഇല്ലച്ച കുറെ പ്രോഗ്രസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലൊരു ഡൗട്ട് ഉള്ളത്. എന്ന് വെച്ചാൽ ടു ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്താ വെച്ചാൽ എന്താ വേണ്ടതെന്ന്. ആൻഡ് ഈ ജോലി എന്താ വെച്ചാൽ നിങ്ങളുടെ വീടിന്റെ അടുത്താണ്. പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ സെയിം സിറ്റിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും, ഇല്ല ട്രാവൽ കുറെ ഉണ്ട്. അപ്പോൾ രണ്ടും
ജോലിക്ക് പറഞ്ഞാൽ രണ്ടും ഓപ്ഷൻസിൽ പ്രോസ് ഉണ്ട് കോൺസ് ഉണ്ട്. നിങ്ങൾക്ക് അതാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിയാണോ വേണ്ടേ, നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ചോയ്സ് ആണോ എടുക്കണ്ടേ, അതാണ് ഇവിടെ നിങ്ങളുടെ ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങളിപ്പോൾ ആണ് വെച്ചാൽ നമ്മൾക്ക് നോക്കാം എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ ഉണ്ടാവാന്ന്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്താണ് ഇവിടെ, ഫ്യൂച്ചറിൽ ഏസ് ഓഫ് കപ്സ് ഉണ്ട്. അപ്പോൾ കുറേ ഏസസ് ഉണ്ട്. അപ്പോൾ ജോലിയുടെ കുറവൊന്നുമില്ല, ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ടാവും. എന്നുവെച്ചാൽ ഏസ് ഓഫ് കപ്സ് ഒരു വേറെ പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ തന്നെ എനർജിയാണ്. കിങ് ഓഫ് പെന്റിക്കിൾസ് ഉണ്ട് ഇവിടെ, ആൻഡ് 5 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാനൊരു തേർഡ് ഓപ്ഷനും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതും ഒരു കുറേ നിങ്ങൾ ഒരു നല്ല ഓഫറാണ്. നിങ്ങൾ കുറേ ഹാപ്പിയാണ് ഈ ഓഫർ നിങ്ങൾക്ക് കിട്ടിയെന്ന്. ഇതിൽ കുറേ സക്സസ് ഉണ്ട്, കുറേ പൈസ ഉണ്ട്, കുറേ ഒരു ഫ്യൂച്ചർ ഉണ്ട്. പക്ഷേ ഇവിടെ കുറേ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഇതൊരു കോമ്പറ്റേറ്റീവ് ജോബായിരിക്കാം. നിങ്ങൾക്ക് എക്സാം കൊടുക്കേണ്ടി വരും. അതല്ല വെച്ചാൽ വേറെ ആൾക്കാർ ഈ സെയിം പൊസിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചാൻസസ് ഇത് കിട്ടാൻ കുറച്ച് കുറവാണ്, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അത് ഇതിൽ ഈ 3 ജോബ്സിൽ നിങ്ങൾക്ക് ഇത് കുറേ പെർഫെക്റ്റ് ആയി തോന്നുന്നു. പക്ഷെ ഇവിടെയും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ തേർഡ് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 3 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങൾ എന്താ ചൂസ് ചെയ്യണമെന്ന് വെച്ചാലും ഇവിടെ ഞാൻ കാണുന്നത് കുറേ പോസിറ്റീവ് എനർജിയാണ്. നിങ്ങൾ എന്താ ചൂസ് ചെയ്യണമെന്ന് വെച്ചാലും അവിടെ കുറേ സക്സസ് ഉണ്ട് നിങ്ങൾക്ക്. സൺ ഉണ്ട് ഇവിടെ നിങ്ങളുടെ ലാസ്റ്റ് കാർഡായിട്ട്. സൺ അബണ്ടൻസിൻ്റെ എനർജിയാണ്, ക്ലാരിറ്റിയുടെ എനർജിയാണ്. 3 ഓഫ് കപ്സ് ഒരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും, നിങ്ങളുടെ ഫാമിലീനെ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. എന്താ ഡിസിഷൻ എടുക്കണം വെച്ചാലും ഇവിടെ ഒരു എൻഡ് ഓഫ് ഡിഫിക്കൾട്ട് സമയം ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഫിനാൻഷ്യലി കുറേ ഡിഫിക്കൾട്ട് സമയം ഉണ്ടെച്ചാൽ അതൊക്കെ ഇപ്പോൾ തീരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പോണത് അബണ്ടൻസിൻ്റെ എനർജിയിലേക്കാണ്. കുറേ നല്ല സമയം ആണ് നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ ചോയ്സ് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവുക, 6 ഓഫ് കപ്സ്. അപ്പം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇല്ലാച്ച ഫാമിലീനെ കുറേ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് നിങ്ങൾക്ക് എവിടെയാണ് കൂടുതൽ പൈസ കിട്ടണമെന്ന് വെച്ചാൽ ആ ചോയ്സ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ ഡിസിഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക, ആ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, 6 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. 5 ഓഫ് ഇതിൻ്റെ മുമ്പും നിങ്ങൾക്ക് ഏതോ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അത് നിങ്ങൾ മിസ് ചെയ്തു, ഓരൽസ് നിങ്ങൾക്ക് അവിടെ റിജക്ഷൻ ആയി. അപ്പോൾ അതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോഴും കുറേ വിഷമമുണ്ട്. പക്ഷേ യൂണിവേഴ്സ് ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഓഫർ ഇപ്പോൾ ഒരു പുതിയ ഓഫർ അല്ല, കുറേ പുതിയ ഓഫേഴ്സ് ഉണ്ട്. ആൻഡ് ഞാൻ കാണുന്നത് ഇവിടെ എന്താ വെച്ചാൽ നിങ്ങൾ ഓപ്ഷൻ നമ്പർ 3 ആണ് എടുക്കാൻ പോണത്. പക്ഷെ എല്ലാവർക്കും വേറെ വേറെ ചോയ്സസ് ആയിരിക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യും. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഇവിടെ പേജ് ഓഫ് കപ്സും പേജ് ഓഫ് വാൻഡ്സ് കാണാണ്ട്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി 1 and 2 അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോണത്. ഹെർമിറ്റ് ഇവിടെ ഒരു കുറച്ച് നിങ്ങൾ ഒരു സമയം എടുത്തിട്ടാണ് ആ ഡിസിഷൻ എടുക്കാൻ പോണത്. പറഞ്ഞാൽ ഒരു ഹേസ്റ്റി ഡിസിഷൻ അല്ല, ഇമ്പൾസീവ് ഡിസിഷൻ അല്ല. നല്ല പോലെ നിങ്ങൾ ആലോചിച്ചിട്ട് തന്നെയാണ് ഒരു ചോയ്സ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഡെവിൽ ഉണ്ട്, ടെമ്പറൻസ് ഉണ്ട്, ആൻഡ് ജസ്റ്റിസ് ഉണ്ട്. അപ്പോൾ ഈ ഡെവിൽ ഈ സ്റ്റാഗ്നേഷൻ ആണ്, ഈ കൺഫ്യൂഷൻ ആണ് ഡെവിൽ. ആൻഡ് നിങ്ങളുടെ തന്നെ സെൽഫ് ഡൗട്ട്സ് ആണ് ഡെവിൽ. പക്ഷെ നിങ്ങൾ അതിന് പുറത്ത് വന്ന് ഒരു ബാലൻസ്ഡ്, നിങ്ങൾക്ക് ഏതാ ഏറ്റവും ബാലൻസ്ഡ് ചോയ്സ് വെച്ചാൽ അതാണ് നിങ്ങൾ ചൂസ് ചെയ്യാൻ പോണത്. ആൻഡ് നിങ്ങളുടെ ലൈഫിലെല്ലാം ശരിയാവുണ്ട്. എന്ന് വെച്ചാൽ ജസ്റ്റിസ് കാർമിക് ജസ്റ്റിസ് ആണ്. അപ്പോൾ യൂണിവേഴ്സും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട് ശരിയായി ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. എന്താണ് ഇവിടെ ചാലഞ്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? നിങ്ങളുടെ ചാലഞ്ചാണ് 4 ഓഫ് കപ്സ്. ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തോന്നുന്നത് എന്തോ ശരിയല്ല എനിക്ക് വേണ്ടിയിട്ട്. ആ ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആവുക. എന്തോ നിങ്ങൾ മിസ് ഔട്ട് ചെയ്യണ്ട, എന്തോ ഒരു ഇൻഫർമേഷൻ മിസ് ഔട്ട് ചെയ്യണ്ട, ഇല്ലാച്ചൊരു ഓപ്പർച്യൂണിറ്റി, വന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കണ്ടില്ല, അങ്ങനത്തെ ഏതോ ഒരു
ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്, ഓരൽസ് ഓൾറെഡി വന്നിരിക്കുന്നു നിങ്ങളത് മിസ് ഔട്ട് ചെയ്തു. യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യം നിങ്ങളുടെ ഇൻബോക്സ് ഒക്കെ ചെക്ക് ചെയ്യാനാണ് പറയണത്, നിങ്ങളുടെ മൊബൈൽ ഫോൺ ചെക്ക് ചെയ്യാൻ പറയണു. എവിടെയോ മിസ്ഡ് കോൾ ഉണ്ടാവും, ഇല്ലച്ചാൽ നിങ്ങളുടെ സ്പാം ബോക്സിൽ എന്തെങ്കിലും പോയിട്ടുണ്ടാവും, ജങ്ക് മെയിൽ. ഇതാരോ നിങ്ങൾക്ക് എന്തോ ഒരു ഓഫർ തന്നത് നിങ്ങൾ റിജക്റ്റ് ചെയ്തു, അതല്ലച്ചാൽ നിങ്ങളത് കണ്ടില്ല, ആ ഓഫർ മിസ്സായി. ആൻഡ് ആ ഓഫറാണ് നിങ്ങൾക്ക് ആക്ച്വലി ഒരു നല്ല ഓഫർ ഉണ്ടായിരുന്നത്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് ആദ്യം തിരിച്ച് പാസ്റ്റ് മെസ്സേജസിനെയൊക്കെ നോക്കാൻ പറയണു. മേ ബി നിങ്ങൾക്ക് ആ ഓപ്പർച്യൂണിറ്റി തിരിച്ച് കിട്ടാൻ വഴിയുണ്ട്, എന്തോ ഒരു പാസ്റ്റ് ഓപ്പർച്യൂണിറ്റി തിരിച്ചു വരും. ഓക്കെ, അഡ്വൈസ് നിങ്ങൾക്ക് 4 of Wands ആൻഡ് മജിഷ്യൻ. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ വീട് മാനിഫെസ്റ്റ് ചെയ്യണു, അതും വരാൻ പോകുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കുമ്പോഴേ ഈ മാനിഫെസ്റ്റേഷൻ ശരിയാവുള്ളൂ. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കരിയറുടെ ഔട്ട്കമാണ് 3 of Wands. അപ്പോൾ എല്ലാം ശരിയാവും എന്നാണ് ഇവിടെ ഔട്ട്കം. 3 of Wands പേഷ്യൻസിൻ്റെ എനർജിയാണ്. കുറച്ച് പേഷ്യൻ്റ്ലി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ നിങ്ങളുടെ ഇഷ്ടം മാതിരി നിങ്ങൾക്ക് ഓഫർ കിട്ടും, നിങ്ങളുടെ ഇഷ്ടം മാതിരി നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും. ഇപ്പോൾ ഒരു ഇംബാലൻസ് ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഒരു ഡിസിഷൻ ഉണ്ട് 2 ചോയ്സസിൻ്റെ ഇടയ്ക്ക്. പക്ഷെ നിങ്ങൾക്ക് ഒരു നല്ല ഓഫർ കിട്ടും. വേറെ ആൾക്കാരുടെ ഇത് സെൽഫ് സാബോട്ടാജിൻ്റെ എനർജിയാണ്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനെ സാബോട്ടാജ് ചെയ്യരുത്. നിങ്ങളുടെ പേടിയുടെ കാരണം ഒന്നും ഒരു ഓഫർ റിജക്റ്റ് ചെയ്യുക, ഇല്ലച്ചാൽ ഒരു ഓഫർ വന്നിട്ടും അതിനെ റിജക്റ്റ് ചെയ്യുക, അങ്ങനെ ഒന്നും ചെയ്യരുത്. എന്നുവെച്ചാൽ എന്തോ ഒരു ഈ 3 ഓഫറിൽ ഏതോ ഒരു ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ ഓഫറാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രഷർ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻസ് എല്ലാം ശരിയാവും. എന്നുവെച്ചാൽ ആ ഡിസിഷൻ നിങ്ങൾക്ക് സൂട്ട് ചെയ്യണ ഡിസിഷൻ ആയിരിക്കും. ക്വീൻ ഓഫ് സ്വാർഡ്സ്, കുറെ ക്ലാരിറ്റി വെക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല ജോലി, നിങ്ങൾക്ക് ഇഷ്ടമല്ല പ്രൊഫൈൽ, അത് ചൂസ് ചെയ്യുക. ഇവിടെ യൂണിവേഴ്സും നിങ്ങളെ ഗൈഡ് ചെയ്യും. ആൻഡ് നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഒരു പുതിയ ബിഗിനിങ് ആണ് കൊണ്ടുവരണത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ സൈൻസ് ഉണ്ട്. ക്യാൻസർ ഉണ്ട്, ലീബ്ര ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ജെമിനായി ഉണ്ട്. ഓക്കെ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ഉണ്ട്, സാജിറ്റേറിയസ് ഉണ്ട്. അപ്പോൾ കുറേ സൈൻസ് ഉണ്ട്. അപ്പോൾ സൈൻസ് ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി ഈ സിറ്റുവേഷനിലാണ് നിങ്ങൾ വെച്ചാൽ ഇത് നിങ്ങളുടെ റീഡിംഗ് ആണ്. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സിന് വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.